ഇന്നലെ എനിക്ക് ഒരാളൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞാൻ ജസ്റ്റ് അത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമോ ബ്രോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇനി അത് പറയത്തില്ല. കാരണം വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തായാലും ഈ ക്ലിപ്പ് 2-3 വട്ടം മാറ്റിയും തിരിച്ചും റിപ്പീറ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ കൈ നോവും ഉള്ളതാ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനത് എവിടോ ഇരിക്കുന്ന ചേട്ടനോട് ചെയ്യുന്ന ഒരു ഭയങ്കര ദ്രോഹമായിരിക്കും അത്. അതുകൊണ്ട് ഞാനത് പറയത്തില്ല. ഇങ്ങനെയാണ് ആ വോയിസ് നോട്ട് വന്നത്. ഡബ്സിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്യുമോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, വേണ്ട, അത് കാണുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് തിരക്കി പോയപ്പോൾ ദി സിനിഫൈൽ എന്ന് പറയുന്നൊരു പേജിനകത്ത് ഒരു പോസ്റ്റ് വന്ന് കിടപ്പുണ്ട്. ഡബ്സിയുടെ വീഡിയോസൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്, നല്ല ഗംഭീര വൈറലാണ് സാധനം. മലബാർ എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഡബ്സി സൗദിയിലും വെറുപ്പിച്ചു, അലറി വിളിച്ചാൽ പാട്ടാകുമോ അപ്പോൾ നിലവിളിയോ. ഇക്കഴിഞ്ഞ ദിവസം ഡബ്സിയെ മുഹമ്മദ് ഫാസിൽ എന്ന ഗായകനെ സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ഒരു കൂട്ടായ്മ ആ ഗായകനെ കൊണ്ടുവന്നു. വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് പരസ്യമായിരുന്നു. പക്ഷേ പരിപാടി പ്രേക്ഷകരിൽ നല്ല ശതമാനത്തെയും ചൊടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. സംശയമുള്ളവർ പരിപാടിയുടെ വീഡിയോ കമൻറ്റ് ബോക്സിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒന്നാന്തരം വെറുപ്പിക്കൽ പരിപാടിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഗായകന് ചേരാത്ത വസ്ത്രരീതിയും വൃത്തിയുമില്ലാത്ത ആർത്ത് വിളിയും എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ അഭിപ്രായമാണ് കേട്ടോ. ഞാൻ വസ്ത്രത്തെ പറ്റിയൊന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ സ്വാതന്ത്ര്യമല്ലേ. എത്രയോ ഗായകർ സൗദി അറേബ്യയിൽ വന്ന് പാടിയിട്ടുണ്ട്. സ്റ്റേജിൽ കിടന്ന് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന ഒരു ആഭാസം നിറഞ്ഞ പാട്ടുകാരൻ എന്ന് പറയാം. ഇവൻ്റെ റെക്കോർഡിംഗ് ഗാനങ്ങൾ കേൾക്കാൻ വളരെ മനോഹരമാണ്. പക്ഷേ ഇക്കഴിഞ്ഞ ദമാമിൽ നടന്ന പ്രോഗ്രാം 8-ന് പൊട്ടി എന്നാണ് സത്യം. സൗദി അറേബ്യയുടെ പേര് പോലും ഒരു പരിഹാസ രീതിയിലാണ് അവതരിപ്പിച്ചത്. കാണികൾ ക്ഷമ കാണിച്ചത് ഇവിടുത്തെ നിയമം പാലിച്ചുകൊണ്ട് മാത്രമാണ്. പലരും അഭിപ്രായം പറഞ്ഞത് ക്ഷമ അങ്ങേയറ്റം നശിച്ചു പോയി, കാണികളിൽ 90% ആൾക്കാരെ എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. സൗദി അറേബ്യയിലാണ് ഡബ്സിയുടെ പാട്ട്. ഇതിന് മുമ്പ് ഞാൻ ഈ ഡബ്സിയുടെ പാട്ട് കേട്ട് ഞെട്ടുന്നായിരുന്നു. മായാനദിലൊരു പാട്ട് പുള്ളിക്കാരൻ സൈഡിൽ ഇരുന്ന് എവിടെയോ ഇരുന്ന് പാടുന്ന കേട്ടു. അന്നേ എൻ്റെ സംശയമാണ്, എന്തായി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പുള്ളി യഥാർത്ഥത്തിൽ പാട്ടുകാരൻ തന്നെയാണോ? എനിക്ക് പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ പുള്ളി വന്നിട്ട് റെക്കോർഡിൻ്റെ ഒക്കെ വായിട്ടാനൊക്കെ കാണാം. അതുപോലെ തന്നെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ പോലും മലബാർ എന്നൊക്കെ പറഞ്ഞ് കാറിക്കൂ ബഹളം വെക്കുന്ന പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ തന്നെയാണോ സിനിമയെ പാടുന്നത് എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നത്? ഈ പുറത്ത് ചെയ്യാൻ നേരത്ത് വേറൊരെണ്ണവും സിനിമ റെക്കോർഡ് ചെയ്ത് വരാൻ നേരത്ത് വേറൊരെണ്ണവും, ഇത്തരത്തിലാണ് പുള്ളിക്കാരൻ്റെ ഒരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡബ്സി എന്ന് പറഞ്ഞ പാട്ടുകാരനെ ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട് ഈ പുള്ളിക്കാരനെ? എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ പബ്ലിക്കായിട്ട് വന്നിരിക്കാൻ നേരത്ത് എന്തൊക്കെയോ അവിടെയൊക്കെ ഒരു ഇച്ചിരി പ്രശ്നമുള്ള പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. ഇതുപോലെ പോലെ ഒരു ഗൗരി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പാട്ടുകാരിയുണ്ട്, ഒരു നിക്കറൊക്കെ ഇട്ട് പാട്ട് പാടുന്നു. പുള്ളിക്കാരി അടുത്ത സമയത്ത് ഒരു പാട്ട് വേറെ വഴിക്കും പുള്ളിക്കാരിയുടെ എനർജി ഒരു വഴിക്കും ഒക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആര്യ ദയാൽ എന്ന് പറയുന്നത് പുള്ളിക്കാരി ഈ കോവിഡ് സമയത്ത് പാട്ട് എടുത്തിട്ട് ഇല്ലാതാക്കി കളയുന്നൊരു പരിപാടി, അടിയെ കൊല്ലുതേ എന്നും പറഞ്ഞിട്ടൊക്കെ ബഹളം വെക്കുന്നത്. കാറുക കൂവുക, ഒരാൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പാട്ട് കച്ചടയാക്കി അലമ്പാക്കി അതിനെ ഇല്ലാതാക്കി കൊല വിളിക്കുന്ന പരിപാടി അടുത്ത കാലത്തായിട്ട് കുറേ പാട്ടുകാർ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു വരി കിട്ടും. ആ വരി കിട്ടിയിട്ട് വളരെ മാജിക്കായിട്ട് ഭയങ്കര സുന്ദരമായിട്ട് കുറേ കഴിവും പ്രാപ്തിയുള്ള മ്യൂസിക് ഡയറക്ടർമാർ ഓരോ പാട്ടങ്ങ് ഉണ്ടാക്കും. കുറച്ച് വർഷം അങ്ങോട്ട് കഴിയാൻ നേരത്ത് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇവരിങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് വലിച്ചു നീട്ടിയും ചപ്പാത്തി പരത്തുന്ന തൊട്ട് പാട്ടിട്ട് പരത്തി അത് വൃത്തികേടാക്കി കളയുന്നൊരു പരിപാടി. ഇത് വളരെ മാജിക്കായിട്ട്, ഇതൊരു കഴിവാണ്. പാട്ട് ആ ട്യൂണൊക്കെ ഉണ്ടാക്കിയെടുക്കാം, അതൊരു കഴിവ് വെച്ച് ഒരാൾ ഉണ്ടാക്കി വെക്കും. ഇതിൻ്റെ ഇടയ്ക്കോട്ട് വന്നിട്ട് റബ്ബർ ഇല്ലേ, നമ്മൾ വെട്ട് റബ്ബർ നീട്ടുന്ന പോലെ ഇട്ടെങ്കിൽ നീട്ടലാണ് കുറേ എണ്ണം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പേരെന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. വല്ലവൻ്റെയും ക്രിയേറ്റിവിറ്റി അടിച്ച് മാറ്റി കച്ചറ കൂതറാക്കുന്ന പരിപാടി. ഈ ഡബ്സിയെ പോലുള്ള ആൾക്കാരെയൊക്കെ ഈ പരിപാടിക്ക് വിളിക്കുന്ന സമയത്ത് എത്രയോ നല്ല പാട്ടുകാരുകളൊക്കെ ആണെന്നറിയാം. ഇന്നലെ ഞാൻ എൻ്റെ ഫാമിലി ടെമ്പിളുണ്ട് കായംകുളത്ത് വാർണപ്പള്ളി എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ, അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ഞാൻ പോയി കണ്ടു. ഞാൻ രാത്രിയിലാണ് പോയത്. രാത്രി അവിടെ പോയപ്പോൾ ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ സിംഗറിൽ ഒരു പാട്ടുകാരനൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് അവരുടെ കൂടെ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, വലിയ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരല്ല. അതിനകത്തൊരാൾ എത്ര കിട്ടിലുണ്ടായിട്ടെന്നറിയോ, പാട്ടും പാടുന്നു, പെർഫോം ചെയ്യാൻ പറയുമ്പോൾ വലിയ പ്രശസ്തനൊന്നുമല്ല, പക്ഷെ സ്റ്റേജിൽ പുള്ളി കയ്യിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. പുള്ളി അടിപൊളിയായിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
കമ്മിറ്റിക്കാർക്കും സന്തോഷം, നാട്ടുകാർക്കും സന്തോഷം, കണ്ടു നിൽക്കുന്നവർക്കും സന്തോഷം, എല്ലാം സന്തോഷം. ഇത് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ഇറക്കി മലബാർ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന കുറേ ആളുകൾക്ക് മുമ്പ് ഒരു സൗണ്ട് ആർട്ടിസ്റ്റിനെയാണെന്നോ ഡെപ്സി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നോർമൽ അല്ലാത്ത നമുക്ക് ഫീൽ ചെയ്യുന്ന നോർമൽ അല്ലാത്ത നമുക്ക് ഒരു കാണിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ കുറേ പാട്ടുകാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പാട്ടുകാർക്കൊക്കെ ഗുരുത്വം എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിത്രയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിത്ര എന്ന് പറയുന്ന പാട്ടുകാരി ഒരു സംഗീത സംവിധായകൻ ചെയ്തു വെച്ചതിൻ്റെ അപ്പുറത്തേക്ക് ആ പാട്ടെടുത്ത് ഒന്നും ചെയ്യാൻ പോവില്ല. പാട്ടുകാരി പാട്ട് പാടുക എന്നുള്ളതാണ്. ആ പാട്ടുകാരി പാട്ടാണ് പാടുന്നത്. അവരതിനപ്പുറത്തേക്കൊന്നും ചെയ്യാറില്ല. അവരവരുടെ ഗുരുക്കന്മാരോട് ഭയങ്കര റെസ്പെക്റ്റോടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിത്രയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർ സിംഗറിൽ പ്രോഗ്രാമിലൊക്കെ നോക്കിയാൽ മതി, അവരുമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് റെസ്പെക്റ്റോടെയാണ് നിൽക്കുന്നത്. അതുപോലെ മധു ബാലകൃഷ്ണൻ, പുള്ളിയൊക്കെ ഭയങ്കര സംഭവമാണ്. ഇപ്പോഴും പുള്ളിക്കാരൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് പുള്ളിക്കാരൻ അവിടെ വന്ന് ഭയങ്കര കൃത്യമായ രീതിയിൽ പരിപാടിയും ചെയ്തിട്ട് പുള്ളിക്കാരൻ പരിപാടി കഴിഞ്ഞിട്ട് പോകും. ഇതുപോലൊക്കെ ആർട്ടിസ്റ്റുകൾ നമുക്കിടയിലുണ്ട്. വലിയ രീതിയിൽ സക്സസ് ആവാത്ത, വലിയ രീതിയിൽ ആൾക്കാർ തിരിച്ചറിയാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടെന്ന് വളരെ കൃത്യമായ രീതിയിൽ പണിയൊക്കെ ചെയ്തിട്ട് പോകുന്നത്, നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും, ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കുക, അത് ചുരണ്ടിക്കോട്ട് വന്ന് ഇല്ലാതാക്കി വെക്കുന്ന കുറേ പാട്ടുകാരിപ്പം വന്നിട്ട്. ഗൗരിലക്ഷ്മിയുടെ ഒരു പാട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കാൻ നേരത്ത് നമ്മുടെ ഈ അഴകിയ രാവണൻ സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്, ഈ ഒരു പവിഴമഴ എന്നുള്ള രീതിയിലൊരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ചെളിക്കകത്ത് കിടന്ന് ഉരുളും. അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് കയറി നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ കലാഭവൻ മണിയും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കിടലായിട്ട് പാടിയ പാട്ടൊക്കെ ഇവിടെ ആൾക്കാർ മുക്കുക കിടന്ന് സ്റ്റേജിൽ. പറ്റുന്നില്ല, വെറുതെ അലറുന്ന്, ഒരു കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ പലരെയും മിസ് ചെയ്യുന്നത്. കലാഭവൻ മണിയെ പോലുള്ള ആൾക്കാരെയൊക്കെ മിസ് ചെയ്യുന്നത്. കലാഭവൻ മണിയൊക്കെ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഓളം ഉണ്ടാക്കി കിടലിനാക്കി വിടും. അതിൻ്റെ ഇടയിലാണ് ഇപ്പം കുറേ മോഡേൺ പാട്ടുകാർ വന്നിട്ടുണ്ട്. ഫുള്ള് വേറെ ലെവലുള്ള പരിപാടിയാണ്. നമുക്ക് തന്നെ സംശയം തോന്നി ഇവരൊക്കെ ഏതാണ്, എന്തൊക്കെയാണ് വന്ന് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് സംശയം പോകുന്ന രീതിയിൽ കുറേ ന്യൂജൻ പാട്ടുകാരുണ്ട്. നിങ്ങൾക്ക് ആളെയൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നേ. കുറേ ടീം ഇപ്പം വന്നിട്ടുണ്ട്. കല അങ്ങ് തേച്ചൊട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പരിപാടി. ഇപ്പോഴും നിങ്ങൾ ചിത്രയുടെ ഒരു പരിപാടി കയറി നോക്കും, പാട്ടുകാരി ചിത്രയുടെ. അവർ സംഗീത സംവിധായകൻ അപ്പുറത്തേക്കൊന്നും ചെയ്യാറില്ല. അവരാൾ വളരെ ക്രിയേറ്റീവായിട്ടൊരു സാധനം ചെയ്ത് വെച്ചിരിക്കുക, അതിനെ ഒന്നും ചെയ്ത് നശിപ്പിക്കാൻ പോകാറില്ല. അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് കാറിലും കൂവലും കേൾക്കേണ്ട ഒരു അവസ്ഥ സൗദി അറേബ്യക്കാർക്ക് ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. എത്ര കഴിവുള്ള ആൾക്കാരുണ്ടെന്ന് നിങ്ങളത് നോക്ക്. കുറച്ച് ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ടു പോവുക. ഡബ്സി ഈ അടുത്ത സമയത്ത് മായനദിയിലൊരു പാട്ട് പാടുന്ന കേട്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് പലതും.